അപ്പോ നിങ്ങളുടെ കയ്യിലൊരു കിഡ്ലൻ ഐഡിയ ഉണ്ട് അല്ലേ? പക്ഷേ ആ ഐഡിയയെ ഒരു റിയൽ പ്രോഡക്റ്റാക്കി മാറ്റാൻ ഏത് ടെക്നോളജി ഉപയോഗിക്കണം, ഏതൊക്കെ ടൂൾസ് വേണം എന്നോർത്ത് കൺഫ്യൂഷനിലായിരിക്കുവാണോ? എങ്കിൽ നമുക്കതിനൊരു പരിഹാരം കാണാം. നിങ്ങളുടെ പ്രൊജക്റ്റിന് വേണ്ട ടെക് ബ്ലൂ പ്രിന്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നോ? ആദ്യം പ്രോജക്റ്റിന്റെ ഒരു ടെക് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. പിന്നെ അത് ബിൽഡ് ചെയ്യാനും റൺ ചെയ്യാനും ടീമായിട്ട് വർക്ക് ചെയ്യാനും വളർത്താനും വേണ്ട ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കും. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ടെക് ബ്ലൂ പ്രിന്റ്. സത്യം പറഞ്ഞാൽ ഏതൊരു ഫൗണ്ടറും ആദ്യം തന്നെ തലപുകയ്ക്കുന്നൊരു കാര്യമാണിത്. എവിടെ നിന്ന് തുടങ്ങും അല്ലേ? നിങ്ങളുടെ കയ്യിലൊരു പുതിയ ഐഡിയ ഉണ്ടോ? ചിലപ്പോൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളൊരു ആപ്പ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, അതോ അല്ലെങ്കിൽ കിടിലനൊരു ഡിജിറ്റൽ സർവീസ്. ആ ഒരു തീപ്പൊരി നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ ആ ഐഡിയ എങ്ങനെ യാഥാർത്ഥ്യമാക്കും? ഏത് ടൂൾ വെച്ച് ബിൽഡ് ചെയ്യും? ഇതാണ് മിക്കവാറും എല്ലാവരും സ്റ്റക്കാകുന്ന പോയിന്റ്. കാരണം നമ്മുടെ മുന്നിൽ നൂറുകണക്കിന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, ഫ്രെയിംവർക്കുകൾ, ടൂളുകൾ ഒരു കടൽ പോലെ കിടക്കുവാണ്. ഇതിൽ നിന്ന് നമ്മുടെ ഐഡിയയ്ക്ക് ടക്ക് ചേരുന്നതെങ്ങനെ കണ്ടുപിടിക്കും? പേടിക്കണ്ട, നമുക്കിത് സിമ്പിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം. എങ്ങനെ ഇത് നിർമ്മിക്കാം? അതിന് വേണ്ട ടൂൾസ് എന്തൊക്കെയാണ്? ഇതിനെ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ബ്ലൂ പ്രിന്റുകളും പവർ ടൂളുകളുമായി കാണാം. പ്രധാനമായും 2 കാറ്റഗറികളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ഡെവലപ്മെന്റ് ടൂൾസ്, അതായത് കോഡ് ചെയ്യാനുള്ളവ. 2 ഡിസൈൻ ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് ടൂൾസ്, അതായത് കാണാൻ എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കാനുള്ളവ. ഡെവലപ്മെന്റ് ടൂൾസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇതാണ് നിങ്ങളുടെ പ്രൊജക്റ്റിന്റെ എല്ലും മജ്ജയും. കോഡ്, പ്ലാറ്റ്ഫോംസൊക്കെ ഇതിൽ വരും. ഡെവലപ്പർമാർ ഉപയോഗിക്കുന്ന പണിക്കോപ്പുകളാണത്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം, ഏത് ഫ്രെയിംവർക്കാണ് നല്ലത്, ഏതൊക്കെ APIകൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ടെക്നിക്കൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടെയാണ്. ഇനി ഡിസൈൻ ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് ടൂൾസ്. കോഡിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. ഒരു വീട് പണിയുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ പ്ലാൻ വരയ്ക്കില്ലേ? അതുപോലെ തന്നെ ഫിഗ്മ, സ്കെച്ച് പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമ്മുടെ ആപ്പ് കാണാനെങ്ങനെ ഉണ്ടാകും, യൂസറിനത് ഉപയോഗിക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യും എന്നൊക്കെ നമ്മൾ ഇവിടെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രോജക്റ്റ് നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അത് 24/7 ലൈവായിട്ട് സേഫായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ട ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെയും 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹോസ്റ്റിംഗ്, പിന്നെ സെക്യൂരിറ്റി ആൻഡ് കംപ്ലയൻസ് ടൂൾസ്. ഈ 2 കാര്യങ്ങളും ഒരുപോലെ പ്രധാനമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഓൺലൈനിൽ താമസിക്കുന്ന സ്ഥലമാണിത്. നമ്മളൊരു കട തുടങ്ങുമ്പോൾ ഒരു കെട്ടിടം വാടകയ്ക്കെടുക്കില്ലേ? അതുപോലെ നമ്മുടെ ആപ്പിനും ഓൺലൈനിൽ പ്രവർത്തിക്കാൻ ഒരു സ്പേസ് വേണം. അതാണ് ഈ ക്ലൗഡ് പ്രൊവൈഡർമാർ തരുന്നത്. AWS, Azure, GCP ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഡേറ്റാബേസ്, സർവറൊക്കെ ഇവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇനി സെക്യൂരിറ്റി. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രോജക്റ്റിന്റെ ഡിജിറ്റൽ ലോക്കും അലാറം സിസ്റ്റവുമാണിത്. കാരണം യൂസേഴ്സ് അവരുടെ ഡേറ്റ നമ്മളെ വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. ആ ഡേറ്റ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എൻക്രിപ്ഷൻ, പിന്നെ നിയമപരമായ കാര്യങ്ങൾ പാലിക്കൽ, ഇതൊന്നും ഒരു ഓപ്ഷനല്ല, മസ്റ്റാണ്. അടുത്ത സെക്ഷൻ ടീം വർക്ക്. കാരണം ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വെറും കോഡും ഡിസൈനും മാത്രമല്ലല്ലോ, അത് ചെയ്യുന്ന മനുഷ്യരുമുണ്ട്. ടീം എങ്ങനെ ഒത്തൊരുമയോടെ വർക്ക് ചെയ്യുന്നു എന്നതിലാണ് വിജയം. ടീം വർക്കിന് 3 തൂണുകളുണ്ടെന്ന് പറയാം. ഒന്നാമത്തത് പ്രൊജക്റ്റ് മാനേജ്മെന്റ്, രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഡോക്യുമെന്റേഷൻ. ഇതിനൊക്കെ നല്ല അടിപൊളി ടൂൾസ് ഉണ്ട്. ഉദാഹരണത്തിന് വർക്ക് ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനും ട്രെല്ലോ, ടീമിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും സ്ലാക്ക്, പിന്നെ എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ഐഡിയകളും ഒരിടത്ത് ഡോക്യുമെന്റ് ചെയ്ത് വയ്ക്കാൻ നോഷൻ. ഇതുപോലുള്ള ടൂൾസ് നിങ്ങളുടെ ടീമിനെ എപ്പോഴും ഒരേ പേജിൽ നിർത്താൻ സഹായിക്കും. ഓക്കെ, പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു, ടീം നന്നായി വർക്ക് ചെയ്യുന്നു. ഇനി എന്താ? ഇനി അതിനെ വളർത്തണം, കൂടുതൽ യൂസേഴ്സിലേക്ക് എത്തിക്കണം. അതിനും വേണം ടൂൾസ്. ഇവിടെ പ്രധാനമായും 2 ഏരിയകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് ടെസ്റ്റിംഗ് ആൻഡ് അനാലിറ്റിക്സ്, പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. ടെസ്റ്റിംഗ് ആൻഡ് അനലിറ്റിക്സ് ടൂൾസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിൽ എന്തൊക്കെയാണ് വർക്ക് ആവുന്നത്, എന്തൊക്കെയാണ് അല്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ. യൂസേഴ്സ് എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്, ഏത് ഫീച്ചറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, എവിടെ വെച്ചാണ് അവർ ആപ്പ് ക്ലോസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡേറ്റ നമുക്ക് കിട്ടും. യൂസേഴ്സിന്റെ ഫീഡ്ബാക്ക് കേൾക്കാനും ഇത് സഹായിക്കും. ഈ വിവരങ്ങൾ വെച്ചാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടൂൾസ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിനെക്കുറിച്ച് ലോകത്തോട് പറയാനും താൽപ്പര്യമുള്ളവരെ നമ്മുടെ യൂസേഴ്സാക്കി മാറ്റാനുമുള്ള ടൂൾസ്.
ഇതിൽ CRM ടൂൾസ് വരും, ഇമെയിൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ടൂൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവയാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ശബ്ദം പുറം ലോകത്തെത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ നിർമ്മാണം മുതൽ വളർച്ച വരെയുള്ള ടൂൾസൊക്കെ നോക്കി. ഇനി അവസാനത്തേതും ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ദ ബോട്ടം ലൈൻ. അതായത് ഇതിനൊക്കെ എത്ര കാശ് ചെലവാകും, നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണം. ഏത് ടൂൾ എടുത്താലും സാധാരണയായി ഒരു ഫ്രീ വേർഷനും പെയ്ഡ് വേർഷനും ഉണ്ടാകും. തുടക്കത്തിൽ ഒരു സംശയവും വേണ്ട, ഫ്രീ ടൂൾസ് തന്നെ ധാരാളം. നമ്മുടെ പോക്കറ്റ് കാലിയാക്കാതെ കാര്യങ്ങൾ തുടങ്ങാൻ അത് മതി. പക്ഷേ നമ്മുടെ പ്രോജക്റ്റ് വളർന്ന് കൂടുതൽ യൂസേഴ്സൊക്കെ വരുമ്പോൾ കൂടുതൽ ഫീച്ചറുകൾ, നല്ല കസ്റ്റമർ സപ്പോർട്ട്, പിന്നെ മെച്ചപ്പെട്ട സെക്യൂരിറ്റി, ഇതിനൊക്കെ വേണ്ടി പെയ്ഡ് വേർഷനുകളിലേക്ക് മാറുന്നത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ 2 പ്രധാന ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. ഒന്ന്, ഈ പറയുന്ന എല്ലാ ടൂൾസിനും കൂടി ഏകദേശം എത്ര ചെലവ് വരും? 2, ഇതിലേതൊക്കെയാണ് ഇപ്പോൾ അത്യാവശ്യം വേണ്ടത്, ഏതൊക്കെ പിന്നീട് ചേർത്താൽ മതി? ഈ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും. അവസാനം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നമ്മുടെ ഈ ഐഡിയയെ നിർമ്മിക്കാനും ലോഞ്ച് ചെയ്യാനും പിന്നെ അതിനെ വളർത്തി വലുതാക്കാനും വേണ്ട ശരിയായ ടെക്നോളജിയും ടൂൾസും നമ്മുടെ കയ്യിലുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ശരിയായ ട്രാക്കിലാണ്. നിങ്ങളുടെ ആശയത്തെ ഒരു വിജയകരമായ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ഏറ്റവും മികച്ച ടൂൾസ് തിരഞ്ഞെടുക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു.